വയനാട് പനമരം എരനെല്ലൂരിൽ കിണർ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരു മരണം. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ആക്കോട് മുഹമ്മദാണ് മരിച്ചത്. കിണറ്റിലകപ്പെട്ട 2 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് പനമരം എരനെല്ലൂർ എന്ന പ്രദേശത്ത് കിണർ നിർമ്മാണത്തിനിടെ ഈ തൊഴിലാളികൾ കിണറിന് അകത്ത് അകപ്പെട്ടത്. കിണറിന്റെ പടവുകൾ കിട്ടുന്ന നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. തുടർന്ന് ഈ 3 തൊഴിലാളികളായിരുന്നു കിണറിനകത്ത് ജോലി ചെയ്തിരുന്നത്. ഇവർ ഈ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2 തൊഴിലാളികളെ ആദ്യം രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഒരാൾ മണ്ണിനടിയിൽപ്പെട്ട് അയാളെ രക്ഷപ്പെടുത്താൻ അല്പം വൈകിയത് കൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുകയാണ്. കോഴിക്കോട് രാമനാട്ടുകര ആക്കോട് സ്വദേശി മുഹമ്മദ് എന്ന 40 വയസ്സുകാരനാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ ഈ മേഖലയിൽ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഉറച്ച മണ്ണാണോ എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഇപ്പോൾ ഈ മുഹമ്മദ് എന്ന മരിച്ച ആളെ മാനന്തവാടി ഗവൺമെന്റ് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മറ്റ് 2 അതിഥി തൊഴിലാളികൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബിനിൽ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് പനമരം എരനെല്ലൂരിലാണ് കിണർ ഇടയുണ്ടായ അപകടത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് 2 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.